ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ, വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 652395 6532 മാനവമോചനത്തിന് സൃഷ്ടാവിൻ്റെ സന്ദേശം. മുജാഹിദ് 7ാം സംസ്ഥാന സമ്മേളനം 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങരംകുളം, മലപ്പുറം. മുജാഹിദ് 7ാം സംസ്ഥാന സമ്മേളനം 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغاوين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികൾ, സട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം പരമാവധി വിമലീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ആഗ്രഹങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യാറുണ്ട്. ചോര നീരാക്കി പണിയെടുക്കാറുണ്ട്. ഉറക്കം പോലും ഉപേക്ഷിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിക്കാറുണ്ട്. പക്ഷേ എങ്കിലും എല്ലാ മനുഷ്യരുടെയും
ശ്രദ്ധേയമായൊരാഗ്രഹമാണ് ആരോഗ്യം. എന്നും ആരോഗ്യമുള്ളവനായി തീരണം, എന്നും ആരോഗ്യമുള്ളവനായി നിലനിൽക്കാൻ കഴിയണം എന്നത് മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ശ്രദ്ധേയമായ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹം സഫലീകൃതമാക്കാൻ, ആരോഗ്യം നിലനിർത്താൻ, ആരോഗ്യത്തെ എല്ലാ അർത്ഥത്തിലും നിലനിൽക്കുവാൻ ഉതകുന്ന രീതികൾ സ്വീകരിക്കാൻ നമ്മളെല്ലാം പരിശ്രമിക്കാറുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകാരോഗ്യ ദിനം വരെ ആഘോഷിച്ചു വരുന്ന ഒരു പ്രത്യേക കാല സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. പലപ്പോഴും രോഗം അത് തന്നെ നമുക്ക് മനസ്സിൽ ഭയമുണ്ടാക്കുന്നു. രോഗിയാവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതരാകാറുണ്ട്, വല്ലാത്ത പ്രയാസം. രോഗിയായാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ തനിക്ക് കഴിയുമോ? എൻ്റെ അവസ്ഥ എന്തായിരിക്കും? വല്ലാത്ത ഭയവും ഭീതിയും അസ്വസ്ഥതയും നമ്മുടെ മനസ്സുകളെ മതിക്കാറുണ്ട്. അതേസമയം ആരോഗ്യം നിലനിർത്തുവാനും രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും ആരോഗ്യം നേടിയെടുക്കുവാനും വേണ്ടി എന്തും ചെലവഴിക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. കഠിനമായി വ്യായാമം സ്വീകരിക്കുന്നവർ, എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെയും യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ആരോഗ്യം നിലനിർത്താൻ കഴിയുമെന്നുള്ള മൗഢ്യധാരണ വെച്ച് പുലർത്തുന്നവരുമുണ്ട്. അതേസമയം ആരോഗ്യം നിലനിർത്താൻ മറ്റു പല രീതികളും ആശയങ്ങളും സ്വീകരിക്കുന്നവർ ലോകത്ത് നമുക്കിടയിലുണ്ട്. എന്തായിരുന്നാലും രോഗത്തെ നമുക്ക് ഭയമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമുള്ള ആളുകളുമായി ഇടപഴകാനാണ് നമുക്ക് ഏറെ ഇഷ്ടം. ആരോഗ്യമുള്ളവനാണ് സമൂഹത്തിൽ സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത്. രോഗിക്ക് പലപ്പോഴും അവഗണനയാണ് സമൂഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വരിക. രോഗിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുമായി ഇടപഴകാൻ നമുക്ക് തന്നെ ഭയം. ആ രോഗമെങ്ങാനും ഇങ്ങോട്ട് പകർന്നാലോ, ഒടുവിൽ ഞാനും രോഗിയായാലോ അവഗണിക്കപ്പെടുമല്ലോ എന്നുള്ള പലപ്പോഴുമുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെയും മതിക്കാറുണ്ട്. എന്തായിരുന്നാലും ആരോഗ്യം ഇഷ്ടപ്പെടുകയും അത് നിലനിർത്തുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും രോഗം വരുന്നതിന് മുൻകൂട്ടി കണ്ട് രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനും, ഡെങ്കിപ്പനിയാകട്ടെ എന്ത് രോഗമാകട്ടെ മുൻകൂറായി കുത്തിവെപ്പ് നടത്തുവാനും പല രീതിയിലുള്ള മരുന്നുകൾ കഴിച്ച് ആരോഗ്യം നിലനിർത്തുകയും രോഗത്തെ പ്രതിരോധിക്കുവാനുള്ള സജ്ജമായി നിൽക്കുന്ന ഇന്നിൻ്റെ ലോകം പലപ്പോഴും മനുഷ്യ ശരീരത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ മരണത്തിന് തന്നെ കാരണമായി തീരാവുന്ന ഹൃദ്രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും തൻ്റെ ഹൃദയത്തിന് രോഗം ബാധിക്കാതെ എന്നും ആരോഗ്യമുള്ള തുടിക്കുന്ന ഹൃദയമായി തൻ്റെ ഹൃദയം നിലകൊള്ളണമെന്നുള്ള വല്ലാത്ത കൊതിയും പൂതിയുമായി നിലകൊള്ളുന്നവരാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും. ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ഇന്ന് ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തിനുള്ള കൃത്യമായ ചികിത്സകളുണ്ട്. നൂതനമായ ചികിത്സാ രീതികൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ. പക്ഷേ എങ്കിലും ഈ ഹൃദയത്തെ ബാധിക്കുന്ന ചില രോഗങ്ങൾ മരണത്തിൽ ഒടുവിൽ കലാശിക്കാം. എന്നാൽ അതേ ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ മറ്റു ചില രോഗങ്ങളെക്കുറിച്ച് പലപ്പോഴും ഇന്നിൻ്റെ ലോകം അജ്ഞരാണ്. ആ രോഗങ്ങൾ ആ ഹൃദയത്തെ ശക്തമായി സ്വാധീനിച്ചാൽ ഇഹപര നഷ്ടമായിരിക്കും അത്തരം ആളുകൾക്ക് നേരിടേണ്ടി വരിക. ഇഹത്തിലും വിജയമുണ്ടാവില്ല, നാളെ പരലോകത്തും പടച്ചതമ്പുരാന്റെ കോടതിയിൽ വിജയമുണ്ടാവില്ല. അത്തരം മാരകമായ രോഗങ്ങൾക്ക് വിധേയമാകുന്നു ആ ഹൃദയമെങ്കിൽ നാളെ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ മനുഷ്യ ശരീരം വെന്തു നീറുകയും ഒടുവിൽ ജ്വലിക്കുന്ന നരകാഗ്നി ആ ഹൃദയത്തെ കാർന്നു തിന്നുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആന്റെ വിശദീകരണം. അതിഭയങ്കരവും ഭീതിതവുമായ നരകത്തിന്റെ അട്ടഹാസങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ശക്തമായി ലോകത്തെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇത്തരം രോഗങ്ങൾക്ക് വിധേയമായ ഹൃദയങ്ങളിൽ നിന്നാണ് എല്ലാ അർത്ഥത്തിലും നശീകരണ സ്വഭാവം ഉണ്ടാവുക. ബന്ധങ്ങൾ ഏത് തരത്തിലുള്ളതാകട്ടെ, കുടുംബ ബന്ധമാകട്ടെ, ദാമ്പത്യ ബന്ധമാകട്ടെ, അയൽപക്ക ബന്ധമാകട്ടെ, ഏതു ബന്ധമാകട്ടെ, പിച്ചി ചീന്താൻ അത്തരം രോഗാതുരമായ ഹൃദയങ്ങൾക്ക് മടിയുണ്ടാവില്ല. നശീകരണ സ്വഭാവവും നശീകരണ ചിന്തയും നശീകരണ ലക്ഷ്യവും മാത്രവുമായിരിക്കും ആ ഹൃദയത്തിൻ്റെ താല്പര്യം. നന്മ അവിടെ എല്ലാ അർത്ഥത്തിലും മൂടിവെക്കപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ മാരകമായ രോഗങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ നന്നാക്കാനും അതേസമയം ഒരു മനുഷ്യനെ നശിപ്പിക്കാനും കഴിയുന്ന
ഒരു പ്രത്യേക കേന്ദ്രമായി കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ വഇന്ന ഫിൽ ജസദി മുളഅ, നിങ്ങൾ അറിയണം, മനുഷ്യ ശരീരത്തിൽ ശ്രദ്ധേയമായ ഒരു മാംസ കഷ്ണമുണ്ട്. പലതവണ നാം കേട്ട് തഴമ്പിച്ച, നമ്മുടെ ശ്രവണപുടങ്ങൾക്ക് പരിചയമുള്ള ഹദീസ്, പക്ഷെ അതിൻ്റെ മർമ്മവും ആശയവും ഉൾക്കൊള്ളുന്ന രംഗത്ത് പലപ്പോഴും നമ്മളിൽ പലരും പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അതെങ്ങാനും നന്നായാൽ, മനുഷ്യ ശരീരത്തിലെ ആ മാംസകഷ്ണം വിശുദ്ധമാക്കപ്പെട്ടാൽ ആ ശരീരം മുഴുവൻ വിശുദ്ധമാക്കപ്പെടും, നന്നാക്കപ്പെടും. അതേസമയം ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അതെങ്ങാനും നശിച്ചു പോയാൽ, കേടുവന്നാൽ ആ മനുഷ്യ ശരീരം മുഴുവൻ നശിക്കുവാൻ അത് കാരണമായി തീരും. എന്നിട്ട് റസൂലുള്ള ഗൗരവം പഠിപ്പിച്ചു, അലാ വഹിയൽ ഖൽബ്, അത് മനുഷ്യ ഹൃദയമാണ്. അത് നന്നായാൽ ഒരു മനുഷ്യന് പൂർണ്ണമായി മനുഷ്യാസ്തിത്വത്തിൻ്റെ ജ്വലിക്കുന്ന മേഖലകളിലേക്ക് കാലെടുത്തു വയ്ക്കാൻ കഴിയും. ഇസ്ലാമിക ലോക ചരിത്രത്തിൽ നമ്മൾ പലതവണ അത് കണ്ടതാണ്, വായിച്ചതാണ്. അതേസമയം അതിൻ്റെ നാശം ഒരു മനുഷ്യ സമൂഹത്തിന് തന്നെ പൊതുനാശത്തിന്, അള്ളാഹുവിൻ്റെ ശാപതാപ കോപങ്ങൾക്ക് വരെ വിധേയമാവാൻ അത് കാരണമായി തീരും. ലോക ചരിത്രത്തിൽ നിരവധി ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്, ചുറ്റുപാടുകൾ അത് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമായി ഹൃദയത്തെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നിരീക്ഷിക്കുന്നതും അള്ളാഹു ശ്രദ്ധയോടെ പരീക്ഷിക്കുന്നതും ആ ഹൃദയത്തെ ആയിരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംബാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. സട്ടാവായ പടച്ചതമ്പുരാൻ നിങ്ങളുടെ പുറമോടിയിലേക്കല്ല നോക്കുന്നത്, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കും. പുറംമോടി നന്നാക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കാറുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന രംഗത്ത് ഇന്ന് ലോകം മുൻപന്തിയിലാണ്. അത് ഏത് വിധനയുള്ളതാകട്ടെ, ഏത് മാർഗത്തിലുള്ളതാകട്ടെ. ഉന്നതമായ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിയുവാനും എല്ലാ രീതിയിലുള്ള പുറംമോടി, ഈ പുറംമോടിയുടെ അടിസ്ഥാനത്തിലാണ് പടച്ചതമ്പുരാൻ മനുഷ്യനെ വിലയിരുത്തുന്നതെങ്കിൽ എത്രയെത്രയോ ആളുകൾ അവഗണിക്കപ്പെടുമായിരുന്നു, ഈമാനുള്ള നിഷ്കളങ്കമായ മനസ്സിനുടമകൾ. പക്ഷേ അള്ളാഹു പറഞ്ഞത് ഇല്ല, പുറംമോടിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആരെയും വിലയിരുത്തില്ല. അവരുടെ കേവലം സമ്പത്തിന്റെ തോതനുസരിച്ചും ബാങ്ക് ബാലൻസും അനുസരിച്ചു കൊണ്ടല്ല അള്ളാഹു ഒരുത്തനെ വിലയിരുത്തുക, മറിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് പടച്ചതമ്പുരാൻ ശ്രദ്ധിക്കും, അവന്റെ ഹൃദയത്തെ നിരീക്ഷണത്തിന് വിധേയമാക്കും, അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായി കൃത്യമായി നിരീക്ഷിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു മനുഷ്യനെ പടച്ചതമ്പുരാൻ വിലയിരുത്തുക. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏത് സമയവും സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയമാണ് തൻ്റേത് എന്നുള്ള അർപ്പണബോധം നമുക്കുണ്ടാവണം. നമ്മുടെ കർമ്മങ്ങൾ പടച്ചതമ്പുരാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എങ്കിൽ നമ്മുടെ കൽബിനെ നന്നാക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ കർമ്മങ്ങളെ പവിത്രമാക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ പ്രവർത്തനങ്ങളെ വിമലീകരിക്കാൻ നമുക്ക് കഴിയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലേക്ക് നിയോഗിക്കപ്പെട്ടത് മനുഷ്യന്റെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കുവാനായിരുന്നു, മനുഷ്യ ഹൃദയത്തിൽ ഇസ്ലാഹ് ഉണ്ടാക്കാനായിരുന്നു. ശക്തമായ സാരോപദേശങ്ങളിലൂടെ, സംസ്കരണ ചിന്തകളിലൂടെ ആ ഹൃദയത്തെ പരിശുദ്ധമാക്കാനും പരിപാവനമാക്കുവാനുമായിരുന്നു ലോകത്തേക്ക് കടന്നു വന്ന മഹാപ്രവാചകന്മാർ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചത്. അവരുടെ പരിശ്രമം എല്ലാ അർത്ഥത്തിലും പലയിടങ്ങളിലും വിജയം നേടി. പക്ഷേ അതേസമയം മറ്റു പല ആളുകൾ ആ ആശയത്തെയും സാരോപദേശത്തെയും ഉൾക്കൊള്ളാതെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷാ നടപടികൾക്ക് അവർ വിധേയരായി എന്ന് ഖുർആൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തിനേറെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസൻ പടച്ചതമ്പുരാൻ ഒരു ആത്മമിത്രത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു എന്തു പറയുമ്പോഴും അനുസരിക്കുവാനുള്ള അർപ്പണബോധമുള്ള മനസ്സിനുടമ, പടച്ചതമ്പുരാനോട് എല്ലാ അർത്ഥത്തിലും രചനാത്മകമായ നിലപാട് സ്വീകരിച്ച വ്യക്തിത്വം, മരണം വരെ ഒരിക്കലും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കാത്ത വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ തുറന്ന മനസ്സുമായിട്ടുള്ള പ്രാർത്ഥനയെ, നിറകണ്ണുകളുമായിട്ടുള്ള പ്രാർത്ഥനയെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥന? അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ആത്മമിത്രത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? വലാ തുഖ്സിനി യൗമ യുബഅസുൻ, സർവാദിനാഥ, നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീ ഇബ്രാഹിമിനെ അപമാനിതനാക്കരുതേ റബ്ബേ. മറിച്ച്
യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ അതോടൊപ്പം തന്നെ സന്തതികളോ യാതൊരു പ്രയോജനവും ലഭിക്കാത്ത, ഒരു ഉപകാരവും ലഭിക്കാത്ത നാളെയുടെ ലോകത്ത് നീ എന്നെ അപമാനിതനാക്കരുതേ നാഥ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷയാർക്കാണ്? മോക്ഷമാർക്കാണ്? പടച്ച തമ്പുരാന്റെ മുന്നിൽ കറകളഞ്ഞ മനസ്സിനുടമയായി കൽബുൻ സലീമിനുടമക്ക് മാത്രമാണ് മോക്ഷമുണ്ടാവുക, രക്ഷയുണ്ടാവുക, അള്ളാഹുവിന്റെ തണലുണ്ടാവുക, അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടാവുക എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അതേ, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് വേണ്ടി പടച്ചതമ്പുരാൻ സ്വർഗത്തെ അടുപ്പിക്കുന്നതാണ്. വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, അതേസമയം ദുർമാർഗികൾക്ക് വേണ്ടി നരകത്തെ പടച്ചതമ്പുരാൻ തുറന്നു കൊടുക്കുമെന്ന് നരകത്തിന്റെ ആർത്തനാദത്തെക്കുറിച്ച്, അട്ടഹാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഹദീസുകളിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളെ കാർന്നു തിന്നുന്ന, മനുഷ്യ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന, എന്നിട്ടും അടങ്ങാത്ത അട്ടഹാസവുമായി ജ്വലിച്ചു നിൽക്കുന്ന നരകം, അതെ, അതിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത് കറകളഞ്ഞ മനസ്സിനുടമയ്ക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് റബ്ബേ നീ എന്നെ അപമാനിതനാക്കരുത് എന്ന് തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന ഖലീലുള്ളയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. എന്തിനേറെ ആ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റിയ, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഇസ്ലാമിക ലോകത്തെ മഹാപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് തുറന്ന പ്രാർത്ഥന എങ്ങനെയായിരുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമൻ, നാഥ ഞാൻ നിന്നോട് ചോദിക്കുന്നത് കറകളഞ്ഞ മനസ്സിനുടമയാകാനാണ്, വലിസാനൻ സാദിഖൻ, നല്ലത് പറയുന്ന, സത്യം പറയുന്ന നാവിനുടമയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ എന്നെ നീ കറകളഞ്ഞ മനസ്സിനുടമയാക്കണമേ, അതോടൊപ്പം തന്നെ സത്യം പറയുന്ന നാവിനുടമയാക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു പ്രാർത്ഥിച്ചിരുന്നു. ഹൃദയത്തെ 3 ഇനങ്ങളായി കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കൽബുൻ സലീം, അള്ളാഹ് ഇഷ്ടപ്പെട്ട ഹൃദയം. ആ ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള ഇഷ്ടം പതഞ്ഞു പൊങ്ങും. പടച്ച തമ്പുരാനെ കുറിച്ചുള്ള പേടി ആ ഹൃദയത്തെ വിറപ്പിക്കും. മാത്രമല്ല ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഹൃദയമായിരിക്കും അത്, ഹലാലുകളിൽ മാത്രം സജീവമാകുന്ന ഹൃദയമായിരിക്കും അത്. സ്വേച്ഛക്ക്, സ്വന്തം ഇഷ്ടത്തിന് അവിടെ സ്ഥാനമുണ്ടാവില്ല. ദൈവേച്ഛക്ക് മാത്രമായിരിക്കും സ്ഥാനവും പരിഗണനയും ഉണ്ടാവുക. മാത്രമല്ല അല്ലാഹ് എന്ത്, എപ്പോ, എന്ത് കൽപ്പിച്ചാലും അത് ശിരസ വഹിക്കുവാനുള്ള സമർപ്പണബോധവും അർപ്പണബോധവും ആ ഹൃദയത്തിനുണ്ടാവും. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോ അതേ രീതിയിൽ ലോകത്തിന് വിശദീകരിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടിമയായ, നന്ദിയുള്ള അടിമയായ നൂഹ് നബിയുടെ കക്ഷിയിൽപ്പെട്ടവനാണ്. നൂഹ് നബി ആരാണ്? ഇന്നഹു കാന അബ്ദൻ ശകൂറ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി, നന്ദിയുള്ള അടിമയെന്ന്. ഇബ്രാഹിം നബി ആരാണ്? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബിയെ ഞാൻ എൻ്റെ ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം നബി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എൻ്റെ നന്ദിയുള്ള അടിമയായ നൂഹിന്റെ കക്ഷിയിൽപ്പെട്ടവനാണ് ഇബ്രാഹിം. ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, കറകളഞ്ഞ മനസ്സിനുടമയായിക്കൊണ്ട്, കുറ്റമറ്റ ഹൃദയത്തിനുടമയായിക്കൊണ്ടാണ് ഇബ്രാഹിം തൻ്റെ നാഥന്റെ മുന്നിൽ വന്ന സന്ദർഭം ശ്രദ്ധേയമാണെന്നുള്ള പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കറകളഞ്ഞ മനസ്സിന്റെ ഉടമയായി റബ്ബിന്റെ മുന്നിൽ വന്ന സന്ദർഭം ശ്രദ്ധേയമാണ് എന്ന് അള്ളാഹു എടുത്തു പറയുമ്പോൾ എന്തുമാത്രം തെളിമയുള്ള, എന്തുമാത്രം പരിശുദ്ധമായ, എന്തുമാത്രം അർപ്പണബോധമുള്ള കൽബിന്റെ ഉടമയായിരിക്കും അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രീതിയിൽ വളരാൻ നമുക്ക് കഴിയണം, നമ്മുടെ ഹൃദയത്തെ ആ രീതിയിൽ പരിവർത്തിപ്പിക്കാനും. ഇത് ഖുർആൻ 37-ാമത്തെ സൂറ സ്വാഫാത്തിലും 83-84 വചനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഹൃദയങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഇന്ന് ലോകം വല്ലാത്ത പ്രതിസന്ധി, എല്ലാവർക്കും ടെൻഷൻ, എല്ലാവർക്കും മാനസികമായ പിരിമുറുക്കം, എല്ലാ അർത്ഥത്തിലുമുള്ള വിഷാദങ്ങൾ വളർന്നു വരുന്ന LKG കുട്ടികൾക്ക് പോലും വിഷാദ രോഗം കണ്ടുവരുന്നു. എന്തിനേറെ കൗമാരപ്രായക്കാരുടെ മനസ്സുകൾ വല്ലാതെ ഈ രീതിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കറകളഞ്ഞ മനസ്സിനുടമകളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദിക്റുള്ളയിലൂടെ അവർ തൃപ്തി നേടും. ദിക്റുള്ളയിലൂടെ ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, സത്യവിശ്വാസികൾ അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മയാൽ
അവർ ശാന്തിയും സമാധാനവും നേടിയെടുക്കും. അവർക്ക് മനസ്സിന് സ്വസ്ഥതയുണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം നമ്മൾ ഓരോരുത്തരും അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മയാൽ അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതത്തിലൂടെയാണ് മനസ്സിന് സ്വസ്ഥതയുണ്ടാവുക, മനുഷ്യ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. 2, ആ ഹൃദയത്തിന്റെ ഉടമകൾക്ക് ഉണ്ടാകേണ്ട മറ്റൊരു സവിശേഷത, ചുറ്റുപാടുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും. പ്രകൃതി ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും അവർ. 3-ാമത്തെ അവരുടെ സവിശേഷത, ലോക ചരിത്രത്തിൽ പടച്ചതമ്പുരാന്റെ ശക്തമായ ശിക്ഷകൾക്ക് വിധേയമാക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അഫലം യസീറു ഫിൽ അർളി ഫതവകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബു ലത്തി ഫി സുദൂർ. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള ഹൃദയങ്ങളോ കേട്ടറിയാൻ ഉതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു കൃത്യമായി ചിന്തിക്കുന്നുവെങ്കിൽ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കില്ല, കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കില്ല. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അതേ, അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, അവരുടെ നെഞ്ചിനകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്, കണ്ണുകൾക്കല്ല എന്ന് ഖുർആൻ പ്രതികരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞ കൽബുൻ മയ്യിത്ത്, 2-ാമത്തെ ഇനം മരിച്ച ഹൃദയം, ചത്ത ഹൃദയം, ജീവനില്ലാത്ത ഹൃദയം, റബ്ബിനെ മനസ്സിലാക്കാത്ത, റബ്ബിന്റെ ആരാധ്യതയെ അംഗീകരിക്കാത്ത, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും അവന്റെ ഔദാര്യങ്ങളെയും വേണ്ടുവോളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തതോടൊപ്പം തീർത്തും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന നിഷേധികളായ വർഗം, പിശാചിനെ മാത്രം അന്ധമായി അനുധാവനം ചെയ്യുന്ന, പിശാചിന്റെ കാൽപ്പാടുകളെ പൂർണ്ണമായി അന്ധമായി അനുയോജ്യമായി പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവരുടെ ഹൃദയങ്ങൾ മരിച്ചുപോയതാണ്, ജീവനില്ലാത്ത ഹൃദയങ്ങളാണത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത്തരം ആളുകൾക്ക് നാശമാണ്. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ബൽ തബഅ അല്ലാഹു അലൈഹാ ബികുഫ്രിഹിം, അവരുടെ കുഫ്ർ കൊണ്ട്, അവരുടെ സത്യനിഷേധം കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ പടച്ചതമ്പുരാൻ മുദ്ര കുത്തിയിരിക്കുകയാണ്. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, വളരെ വളരെ കുറച്ചു മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ചത്ത ഹൃദയങ്ങളുടെ ഉടമകളാണ് അവർ എന്ന് ഖുർആൻ സഗൗരവം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു ശക്തമായി വിമർശിക്കുന്നു ചില ആളുകളെ, അവർക്ക് വേണ്ടി നരകം ഒരുക്കി വെച്ചു. ജിന്നുകൾക്കും മനുഷ്യർക്കും നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തേ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ഹൃദയങ്ങൾ ഉണ്ടായിട്ട് ചിന്തിക്കാതെ, കണ്ണുകൾ ഉണ്ടായിട്ട് കണ്ടു മനസ്സിലാക്കാത്ത, ശ്രവണപുടങ്ങൾ ഉണ്ടായിട്ട് കേട്ടു മനസ്സിലാക്കാത്ത ആളുകൾക്ക് നരകമുണ്ടെന്നുള്ള പറഞ്ഞു. ഉലൈക കൽ അൻആം, നാൽക്കാലികളെ പോലെയാണ് അവർ. ബൽഹും അളൽ, അതിനേക്കാൾ പിഴച്ചവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയിലാണെന്ന് ഖുർആൻ സൂറത്ത് അഅറാഫിലെ 179-ാമത്തെ വചനത്തിലൂടെ കർക്കശമായ ഭാഷയിൽ വിമർശിക്കുന്നു. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം അത്തരം ഹൃദയങ്ങളെ. അത്തരം ഹൃദയങ്ങളുടെ ഉടമകളാകാതെ മാറി നിൽക്കാൻ കഴിയണം. 3-ാമത്, ചില രോഗങ്ങൾ ബാധിച്ച ഹൃദയങ്ങൾ, രോഗാതുരമായ ഹൃദയം, ഖൽബുൽ മരീൻ, ജീവനുണ്ടവയ്ക്ക്, പക്ഷേ ചില രോഗങ്ങൾ അതിനെ ബാധിച്ചിട്ടുണ്ട്. ആ രോഗങ്ങൾ ഇനിയും പടർന്നു പന്തലിച്ചാൽ അതിൻ്റെ സർവനാശത്തിന് കാരണമായി തീരും. രോഗം 1 അസൂയയാണ്, 2 കിബറാണ്, 3 ഉൾപ്പകയാണ്, 4 അനുസരണക്കേടാണ്, 5 ഹലാലായത് തിന്നില്ല, ഹറാമായത് തിന്നും, ഹറാമായത് അണിയും, ഹറാമായത് അനുഭവിക്കും, അനർഹമായത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മനസ്സിനുടമകൾ. അവർക്ക് ജീവനുണ്ടെങ്കിലും രോഗാതുരമാണ് ആ ഹൃദയം, രോഗാതുരമാണ് ആ മനസ്സ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറൽ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറല, വർദ്ധിപ്പിക്കുകയാണ് അല്ലാഹു ചെയ്യുക. വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ, കള്ളം പറഞ്ഞതിന്റെ പേരിൽ നാളെ പരലോകത്ത് വേദനയേറിയ ശിക്ഷ അത്തരം ആളുകൾക്കുണ്ട് എന്ന്. വേദനയേറിയ ശിക്ഷ. ഇത് 2-ാം അധ്യായം ബഖറയിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ നാശത്തിന് കാരണമായി തീരാവുന്ന ഈ രോഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി താക്കീത് ചെയ്തത്, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, ശ്രേഷ്ഠതയിൽ നിന്ന് ജനങ്ങൾക്ക് നൽകപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ അസൂയക്കാലുകളാകുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതിന്റെ പേരിൽ അസൂയ വെച്ച് പുലർത്തുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് അസൂയ? മറ്റുള്ളവർ നൽകപ്പെട്ട നന്മകളെല്ലാം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയും അതെല്ലാം തനിക്ക് കൈവരണമെന്ന് കൊതിക്കുകയും ചെയ്യൽ. സൂക്ഷിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ്, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്ത്, നിങ്ങൾ ചെയ്ത സകല സൽക്കർമ്മങ്ങളെയും തിന്നു നശിപ്പിക്കും അസൂയ. എത്രത്തോളം എന്നാൽ
തീ വിറകിന് കരിച്ചു കളയുന്നത് പോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ കരിച്ചു കളയും അസൂയ. സൂക്ഷിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 2 കിബർ സൂക്ഷിക്കേണ്ടതുണ്ട്. അഹങ്കാരം റസൂലുള്ളാഹി പഠിപ്പിച്ചത് ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, ജനങ്ങളെ പുച്ഛത്തോടെ കാണുക, എല്ലാവരെയും നിസ്സാരവൽക്കരിക്കുക. ഞാനെന്ന ഭാവവും ഞാനെന്ന ദാർഢ്യവും അവനെ എല്ലാ അർത്ഥത്തിലും അഹങ്കാരിയാക്കി തീർക്കും. സത്യത്തോട് പുച്ഛം, സത്യത്തോട് അവഗണന, ഒരു നന്മ കേട്ടാൽ മോശമായി പ്രതികരിക്കുക, തള്ളിക്കളയുക, ഇതാണ് അഹങ്കാരം. അതെങ്ങാനും ഒരംശം, ഒരു അണുമണി തൂക്കം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്ർ, കിബ്റിന്റെ ഒരംശം, ഒരാറ്റത്തിന്റെ അളവ് ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗപ്രവേശം സാധ്യമല്ലെന്ന് പറയുമ്പോൾ അള്ളാഹുവോട് തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കണം, നാഥ കിബ്ർ കടന്നു വരാതെ എൻ്റെ ഹൃദയത്തെ കാക്കണമെന്ന് ഞാനും നിങ്ങളും സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. എന്തിനേറെ അതോടൊപ്പം തന്നെ ഗില്ല്, ഉൾപ്പക, പലപ്പോഴും നമുക്കുള്ളത് അതാണ്, മനസ്സിൽ പക, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സ്. എന്നാൽ മുൻഗാമികളായ മുഹാജിറുകളെയും അൻസാരികളെയും അനുധാവനം ചെയ്യുന്ന ഉത്തമ ബോധമുള്ള, മതബോധമുള്ള പിൻഗാമികളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി. അവരുടെ സ്വഭാവ ഗുണമായി അല്ലാഹ് പറഞ്ഞത് വല്ലദീന യഖൂലൂന റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നാഥ, ഞങ്ങൾക്ക് മുമ്പ് ഈമാൻ ഉൾക്കൊണ്ട ഞങ്ങളുടെ മുൻഗാമികളായ സഹോദരങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു ഉൾപ്പകയും ഒരു വിദ്വേഷവും നീ ഉണ്ടാക്കരുത് നാഥ, നീ പൊറുക്കുന്നവനാണ്, ദയാപരനാണെന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു അവർ. ആ സവിശേഷത നമുക്കുണ്ടാവണം. കാരണം വല്ലദീന ജാഉ മിൻ ബഅദിഹിം, മുഹാജിറുകൾക്കും അൻസാരികൾക്കും ശേഷം വരുന്ന ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയായി കൊണ്ട് അല്ലാഹ് പറയുകയാണ്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, നാഥ എൻ്റെ മുൻഗാമികളോട്, നീ ഇഷ്ടപ്പെട്ടവരോട്, നീ തൃപ്തിപ്പെട്ടവരോട്, സ്വർഗാവകാശികളായ മുൻഗാമികളോട് ഒരു പകയും എൻ്റെ മനസ്സിൽ ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് നബി പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോ സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരും. സഹാബത്തെല്ലാം തരിച്ചു നിൽക്കുകയാണ്. ആരാണ് അദ്ദേഹം? ആരാണ് ആ സ്വർഗാവകാശി? ജനങ്ങൾ പരസ്പരം തുറിച്ചു നോക്കുന്നു. ആ സമയത്ത് അതാ കടന്നു വരുന്നു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്. ജനങ്ങൾ അത്ഭുതത്തോടുകൂടെയാണ് അദ്ദേഹത്തെ നോക്കിയത്. ഇത് 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. 3 തവണ പറയുമ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന് കടന്നു വന്നത് അതേ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അനസ് റളിയല്ലാഹുവിന്റെ മനസ്സ് കൊതിച്ചു. എന്ത് നേട്ടമാണ്, എന്ത് പ്രത്യേകതയാണ്, എന്ത് സൽക്കർമ്മമാണ് അദ്ദേഹം ചെയ്തത്? ഇത്രമാത്രം നേർക്കുനേരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കാൻ, അത് നേടിയെടുക്കാൻ, ആ സൽക്കർമ്മം ചെയ്ത് സ്വർഗാവകാശിയാകാനുള്ള അടങ്ങാത്ത കൊതി അനസിന്റെ മനസ്സിനെ മതിച്ചു. ചോദിച്ചു, എന്താണ് താങ്കൾ കൂടുതൽ ചെയ്യുന്നത്? ഞാൻ നിസ്കരിക്കലുണ്ട്, നോമ്പ് നോക്കലുണ്ട്, രാത്രി നമസ്കരിക്കലുണ്ട്, സുബഹി ജമാഅത്തിൽ പങ്കെടുക്കലുണ്ട്, ഇതെല്ലാം ഞാനും ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്തോ താങ്കൾ ചെയ്യുന്നുണ്ട്? താങ്കളുടെ കൂടെ, താങ്കളുടെ വീട്ടിൽ താങ്കളുടെ കൂടെ കഴിയാൻ എനിക്ക് അവസരം തരണം. 2-3 ദിവസം കഴിഞ്ഞു. രാത്രി ഉറങ്ങാതെ നിരീക്ഷിക്കുന്നു എന്തെല്ലാമാണ് അദ്ദേഹം എക്സ്ട്രാ ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നതിൽ നിന്ന് കൂടുതലായി യാതൊന്നും കാണാൻ കഴിയുന്നില്ല. ഒടുവിൽ ചോദിച്ചു, തുറന്നു പറയണം താങ്കൾ. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും എൻ്റെ കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഒരു മുസ്ലിമിനോടും എൻ്റെ മനസ്സിൽ ഒരു ഉൾപ്പകയുമില്ല, ആരോടും വഞ്ചനയില്ല, എനിക്ക് ഒരു കാപട്യവും എൻ്റെ മനസ്സിലില്ല. എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചും നല്ലത് മാത്രമേ എൻ്റെ മനസ്സ് ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കാപട്യം എൻ്റെ മനസ്സിലില്ല. ആരോടും യാതൊരു രീതിയിലുള്ള അസൂയയും ഞാൻ വെച്ചു പുലർത്താറില്ല. ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. അതെ, അത് തന്നെയാണ് എന്ന് നബി പറയാൻ കാരണം. എത്ര പേർക്ക് കഴിയാറുണ്ട് ഒരു രാത്രി ഉറങ്ങുമ്പോൾ ഈ രീതിയിൽ തുറന്ന മനസ്സുമായി ഉറങ്ങാൻ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്നു. ഇസ്ലാമിക ലോകത്തെ രണഭൂമിയിൽ ജ്വലിച്ചു നിന്ന വ്യക്തിത്വം രോഗിയായി കടന്ന് വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ സഹാബിവര്യന്മാർ കടന്നു ചെന്നു, രോഗവിവരം അന്വേഷിച്ചു, പ്രാർത്ഥിച്ചു. വിഷമത്തോടെ ചുറ്റും കൂടി നിൽക്കുന്ന സഹാബിവര്യന്മാരോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? താങ്കൾക്ക് വിഷമമില്ല, ഞാൻ ആത്മസംതൃപ്തിയുള്ളവനാണ്. എന്തേ കാരണം? അബൂ ദുജാന പറഞ്ഞത്, ഒന്ന്, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, അത്തരം വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല. 2, മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റമറ്റ ഹൃദയമാണ് എനിക്കുള്ളത്. മുസ്ലിങ്ങളെ കുറിച്ച് മോശമായതൊന്നും എൻ്റെ മനസ്സിലില്ല, നല്ലതേ ഉള്ളൂ. അവരെ കുറിച്ച് ഞാൻ നല്ലതേ ചിന്തിക്കാറുള്ളൂ, കളങ്കമില്ല, കളങ്കം ഞാൻ വെച്ച് പുലർത്താറില്ല എന്ന് അബൂ ദുജാന.
അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഈ രീതിയിൽ കറകളഞ്ഞ മനസ്സിനുടമകളാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക. ഞാനടക്കം നാം ഓരോരുത്തരും അതേ ചികിത്സിക്കാനുള്ള സിദ്ധൌഷധമുണ്ട്. ഹൃദയത്തിന് രോഗം ബാധിക്കുമ്പോൾ എന്തെല്ലാം ആധുനികമായ ചികിത്സാ രീതികൾ, സമ്പ്രദായങ്ങൾ, ആധുനികമായ യന്ത്രങ്ങൾ പലതുമുണ്ട്. എന്നാൽ നമ്മുടെ ഇഹപര നഷ്ടത്തിന് കാരണമായി തീർക്കാവുന്ന ഈ മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള സിദ്ധൌഷധമേടെ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഭൗതികമായി ഹൃദയത്തെ ബാധിക്കുന്നുവെങ്കിൽ, എന്നാൽ ആത്മീയ തലത്തിൽ നമ്മുടെ ഹൃദയത്തെ കരിച്ചു കളയുന്ന നരകം, അതിൽ നിന്ന് രക്ഷപ്രഭിക്കാനുള്ള സിദ്ധൌഷധമായി ഖുർആൻ പറഞ്ഞത് യാ യുഹന്നാസ് ഖദ് ജാഅകും മൗഇളത്തും മിർ റബ്ബികും, നിങ്ങളുടെ നാഥനിൽ നിന്ന് ഇതാ ഒരു സദുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനവും വന്നെത്തിയിരിക്കുന്നു. എന്താണത്? ഖുർആൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, പടച്ച തമ്പുരാനെ ആ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ. തുറന്ന മനസ്സുമായി സഹാബിവര്യന്മാർ പ്രാർത്ഥിച്ചു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ത്വാഖതിക് അലാ ത്വാഅതിക്. അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്, നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തണേ, നിന്നെ അനുസരിക്കാനുള്ള മനസ്സ് തരണമേ എന്ന് ആ രീതിയിൽ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം പരിവർത്തിപ്പിക്കണമേ എന്ന് ഒരു തവണ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ മനസ്സിനെ നശിപ്പിക്കുകയും മനുഷ്യൻ്റെ മൊത്തത്തിൽ തന്നെ നാശത്തിന് കാരണഹേതുവാകുന്ന രോഗങ്ങളെക്കുറിച്ചും ആ രോഗത്തിനുള്ള സിദ്ധൌഷധത്തെക്കുറിച്ചും നാം മനസ്സിലാക്കി. അതോടൊപ്പം എല്ലാ രോഗങ്ങളിൽ നിന്നും വിമുക്തമായ ഹൃദയത്തിൻ്റെ മനസ്സിനുടമയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാതൃക ആ പ്രവാചകനിലുണ്ട് എന്ന് ഖുർആൻ വിരൽ ചൂണ്ടുന്നു. വഇന്നക ലഅലാ ഖുൽഖിൻ അളീം, അല്ലയോ മുഹമ്മദ് നബിയെ, താങ്കൾ ഉത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ്. അള്ളാഹു എടുത്തു പറഞ്ഞു നബിയെക്കുറിച്ച്. ആ നബിയിലേക്ക് വിരൽ ചൂണ്ടി റബ്ബുൽ ഇസ്സത്ത്. എന്നിട്ട് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മുഹമ്മദ് നബിയിൽ അത്യുത്തമ മാതൃകയുമുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റുക. അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക. ഖുർആൻ വായിക്കുന്നതിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നതിലൂടെ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കണ്ണോടിക്കുന്നതിലൂടെ ആ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, പ്രവാചകനുണ്ടായിരുന്ന ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. എങ്കിൽ നാളെ വിജയമുണ്ട്. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാകാനും നമുക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസ് അഫ്ദൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ, സത്യം പറയുന്ന എല്ലാ നാവിനുടമയും സ്തുത്യർഹമായ ഹൃദയത്തിനുടമയുമാണ് ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, സുദൂഖുൽ ലിസാൻ നഅരിഫുഹു, ഞങ്ങൾക്കറിയാം സുദൂഖുൽ ലിസാൻ എന്താന്ന് പറഞ്ഞറിയാം. നോണ പറയരുത്, സത്യം പറയണം, സത്യത്തിൻ്റെ വക്താവാകണം. പക്ഷേ ഫമാ മഖ്മൂമുൽ ഖൽബ്, എന്താണ് ഈ മഖ്മൂമുൽ ഖൽബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയുൻ നഖിയു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ. എന്താണെന്നറിയോ ഈ മഖ്മൂമുൽ ഖൽബ്? അത് സൂക്ഷ്മതയുള്ള ഹൃദയമായിരിക്കും, അത് പരിശുദ്ധമുള്ളതായിരിക്കും. ലാ ഇസ്മ ഫീഹി വലാ ബഗി, ആ ഹൃദയത്തിൽ പാപമുണ്ടാവില്ല. വലാ ബഗി, അതേ അതിക്രമമോ വിദ്വേഷമോ ഉണ്ടാവില്ല. വലാ ഗില്ല, ഉൾപ്പക ആ ഹൃദയത്തിൽ ഉണ്ടാവില്ല. വലാ ഹസദ, അസൂയ ഉണ്ടാവില്ല ആ ഹൃദയത്തിൽ. അതാണ് മഖ്മൂമുൽ ഖൽബ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ശ്രേഷ്ഠനാവാൻ നമുക്ക് കൊതിയുണ്ടെങ്കിൽ, നമുക്കടങ്ങാത്ത പൂതിയുണ്ടെങ്കിൽ, ഇതേപോലെ കറകളഞ്ഞ മനസ്സിനുടമളാകുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ വചനം ശ്രദ്ധേയമാവുകയാണ്. കൽബുൻ സലീമാവണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ മുസ്ലിം ആവണം. അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സാധ്യമാം വിധം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിക്കാവൂ, കൽബുൻ സലീമിനുടമയായി മരിക്കാവൂ എന്ന് അള്ളാഹു സ്നേഹത്തോട് ഉപദേശിക്കുന്നു. ഈ സാരോപദേശങ്ങളെ മുറുകെ പിടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണമേ. നിന്റെ അർശിൻ്റെ തണൽ നീ ഞങ്ങൾക്ക് ചൊരിയണമേ നാഥ. ഞങ്ങളിൽ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ള മനസ്സും ഈമാൻ തന്ന് നീ ഞങ്ങളോട് കനിയണമേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണമേ നാഥ. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുവാനുള്ള നല്ല മനസ്സ് നൽകി നീ ഞങ്ങളോട് കനിയണമേ നാഥ. റബ്ബേ, നാളെയുടെ ലോകത്ത് നീ ഞങ്ങളെ അപമാനിതരാക്കരുതേ പടച്ചതമ്പുരാനെ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹവും കൊതിയുമാണ് റബ്ബേ, നാളെയുടെ ലോകത്ത് ആഗ്രഹം തീരുവോളം നിന്നെ പൂർണ്ണമായും കാണണമെന്നുള്ള ആ മഹാസൗഭാഗ്യം ആദ്യം നീ ഞങ്ങൾക്ക് കനിഞ്ഞു തരുമാറാകണമേ. കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും കഠിനമായ ഖബർ ശിക്ഷയിൽ നിന്നും കരുണാവാരിധിയെ നീ ഞങ്ങളെ സ്വർഗ കവാടങ്ങൾ നീ ഞങ്ങൾക്കായി മലർക്ക് തുറന്നു തരുമാറാകണമേ റബ്ബേ. പടച്ചതമ്പുരാനെ, എല്ലാ അർത്ഥത്തിലും ഖൽബുൻ സലീമിനുടെ മകളാകാൻ, ഹൃദയത്തെ ബാധിച്ച രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വവും നിർഭയത്വവും രക്ഷയും നിന്റെ തൗഫീക്കും തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ നാഥ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് മാന്യമായ ജോലിയും വേതനവും നീ കനിയണമേ. പലപ്പോഴും കഠിനമായ ജോലി കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ എളുപ്പവും സൗകര്യവും ഉണ്ടാക്കി കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തുകയും ഞങ്ങളുടെ മനസ്സുകളെ കോർത്തിണക്കുകയും നന്മയിൽ ഒറ്റക്കെട്ടായി മരണം വരെ ദഅവാരംഗത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആഫിയത്തും ഈമാനും തന്ന് നീ ഞങ്ങളോട് കനിയണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين وصلى الله على محمد وعلى آله وصحبه. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم.
وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളിൽ വളരെയേറെ അധ്വാനത്തിലൂടെ, പരിശ്രമത്തിലൂടെ നിലനിർത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, സ്വഭാവമാണ് സബ്ർ അഥവാ ക്ഷമ എന്ന് പറയുന്നത്. വിശ്വാസികൾ അവരുടെ ഈമാനിൻ്റെ ഭാഗമായി അഥവാ തൻ്റെ വിശ്വാസം എത്രമാത്രം ദൃഢീകരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതെത്രമാത്രം ദുർബലമാണ് എന്ന് വേർതിരിച്ചറിയാൻ ഈ സ്വഭാവത്തെ മാനദണ്ഡമാക്കിയാൽ അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. അത്രമാത്രം ദുഷ്കരമായ, വളരെയേറെ അധ്വാനവും പരിശ്രമവും ആവശ്യമുള്ള ഒരു ഗുണമാണ് സബ്ർ കൈക്കൊള്ളുക എന്നത്. പറയുമ്പോൾ വളരെ എളുപ്പമുള്ള മൂന്നക്ഷരമാണ് സബ്ർ, അല്ലെങ്കിൽ മലയാളത്തിൽ രണ്ടക്ഷരമാണ് ക്ഷമ. എഴുതാനും പറയാനുമൊക്കെ എളുപ്പമുള്ള ഈ പദവും ആ വാക്കുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോഗരംഗത്ത് ഏറെ പ്രാവർത്തികമാക്കൽ ദുഷ്കരമായ, വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ർ ചെയ്യുന്നവർക്ക്, ക്ഷമ കാണിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അല്ലാഹു അവരുടെ കൂടെയാണ് എന്ന പ്രയോഗം വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, നിശ്ചയം അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. അത്രമാത്രം അല്ലാഹുവിന് ഇഷ്ടമുള്ളവരാണ് ക്ഷമിക്കാൻ കഴിവുള്ളവർ. ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ അമ്പിയാക്കന്മാർ മുഴുവൻ ഏറെ ക്ഷമിച്ചവരാണ്. ക്ഷമ എന്ന് പറയുമ്പോൾ നാം സാധാരണയായി ക്ഷമയുടെ കാര്യം പറയാറുള്ളത് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും വരുമ്പോഴുള്ള ക്ഷമയെ സംബന്ധിച്ച് മാത്രമാണ്. വാസ്തവത്തിൽ പണ്ഡിതന്മാർ സബ്ർ 3 നിലക്കുള്ള സബ്റുകളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തെ സബ്ർ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമയാണ്. രണ്ടാമത്തേത് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമയാണ്. മൂന്നാമതാണ് പറഞ്ഞത് ആപത്തുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മെ വേട്ടയാടുമ്പോൾ അതിൽ ക്ഷമിക്കാനുള്ള കഴിവ് എന്ന്. ഈ 3 നിലക്കുമുള്ള ക്ഷമ സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയിൽ കാണാൻ, പടച്ചവനെ നിന്റെ തീരുമാനങ്ങളിൽ ക്ഷമിക്കുന്ന സബൂറാക്കണം എന്നെ എന്ന് നമുക്ക് പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന എല്ലാ ഇബാദത്തുകളും അഥവാ ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ ഏതാണ്ട് നിർവഹിക്കുന്നതിൽ വളരെയേറെ ക്ഷമ ആവശ്യമാണ്. നാം നമസ്കരിക്കുന്നു 5 നേരം. അപാരമായ ക്ഷമയുള്ളവർക്ക് അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയൂ. കാരണം നമസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നമസ്കരിക്കുവീൻ എന്നല്ല, അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവീൻ. നമസ്കാരം നിലനിർത്തി എന്ന് പറയണമെങ്കിൽ അതിന് ഒരുപാട് നിബന്ധനകൾ ഒക്കണം. നാം വളരെ നിസ്സാരമായി കാണുന്ന സംഗതികൾ വരെ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇഖാമത്തുസ്സലാത്തിൽപ്പെട്ടതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സവ്വൂ സുഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ അണികൾ ശരിപ്പെടുത്തുവീൻ, ജനങ്ങളെ അണികൾ ശരിയാക്കുവീൻ. ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തിസ്സലാ, നിശ്ചയമായും അണികൾ ശരിപ്പെടുത്തുക എന്നുള്ളത് നമസ്കാരം നിലനിർത്തുക എന്ന കൽപ്പന നമ്മൾ പ്രായോഗിക രംഗത്ത് കൊണ്ടുവരുന്നതിൽപ്പെട്ടതാണ്. നിസ്കാരത്തിന്റെ ഇഖാമത്തിൽ അഥവാ നമസ്കാരം നിലനിർത്തി എന്ന് പറയുന്നതിൽപ്പെട്ടതാണ് അണികൾ ശരിപ്പെടുത്തൽ. ക്ഷമ ആവശ്യമില്ലേ അതിൽ? നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ നോക്കൂ, സഫ് കെട്ടുമ്പോ എത്ര പറഞ്ഞാലും ആളുകൾ ശ്രദ്ധിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ, അതല്ലെങ്കിൽ സ്വഹാബിമാർ നിസ്കരിക്കാൻ പറഞ്ഞ രൂപത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് എന്താണോ പഠിച്ചതെങ്കിൽ അത് കൃത്യമായി നമുക്ക് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ ഞങ്ങളിൽ ഒരാളുടെ കാൽപാദം അഥവാ അതിലെ നെരിയാണിയുടെ ആ എല്ല്, ആ ഭാഗം തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരന്റെ എല്ലുമായി മുട്ടിയുരുമ്മി കാൽപാദം ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കാറുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മൻകിബുകൾ, മനാകിബുകൾ, ചുമലുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരന്റെ ചുമലുമായി മുട്ടിച്ചേർന്ന് ഇടയ്ക്ക് വിടവില്ലാതെയാണ് ഞങ്ങൾ നിന്നിരുന്നത് എന്ന് സഹാബിമാർ അവരുടെ ആ സഫുകൾ ശരിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് അവർ തന്നെ റിപ്പോർട്ട് ചെയ്തതായി ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. ആ സഫിന്റെ കാര്യത്തിൽ വരെ ഇന്ന് നമ്മൾ ശ്രദ്ധയിലല്ല. നോക്കൂ, ഏത് പള്ളികളിൽ പോയി നോക്കിയാലും കുറെ ആള് മുന്നോട്ട്, കുറെ ആള് പിന്നോട്ട്, ഇനി അതല്ലെങ്കിൽ കുറെ വിടവുണ്ട്. ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നതിൽ ക്ഷമയില്ല. ഞാൻ പറയുന്നത് ഒരു സൽക്കർമ്മം ചെയ്യുന്നതിൽ ക്ഷമ വേണം എന്നാ പറയുന്നത്. ഒരു സൽക്കർമ്മം ചെയ്യുന്നതിൽ വരെ നമ്മൾ നിസ്സാരമായി കാണുന്ന സംഗതിയാണ് അണിയൊന്ന് ശരിപ്പെടുത്തൽ. ക്ഷമയില്ല ആളുകൾക്ക് പെട്ടെന്ന് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു. ഇനി സഫ് തെറ്റിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒരൽപ്പം ഒന്ന് ബാക്കിലോട്ടോ അല്ലെങ്കിൽ മുന്നോട്ടോ ഒന്ന് പിടിച്ചു നീക്കാനോ ഒന്ന് അനക്കാനോ ശ്രമിച്ചാൽ എത്രയെത്ര പള്ളികളിലാണ് കുഴപ്പമുണ്ടാകുന്നത്. എത്രയോ ആളുകളാണ് ദേഷ്യം പിടിക്കുന്നത്. എന്തേ പള്ളിയിൽ സ്ഥലല്ലേ, എന്താ എന്റെ കാലുമ്മ കയറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞതല്ലേ, സഫുകൾ ശരിയാക്കുന്ന നിസ്കാരത്തിന്റെ ഇഖാമത്തിൽ പെട്ടതാണ്. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിലും പെട്ടതാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. സഹാബിമാരതിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരുന്നു. ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചതാണ്. നിസ്കാരത്തിന് കൈകെട്ടുന്നതിന്റെ മുമ്പേ ആ അണിയൊന്ന് ശരിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ സൽക്കർമ്മം. അതിന്റെ ഏറ്റവും വലിയ ദുർഗുണത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അണികൾ ശരിപ്പെടുത്തണം. നിങ്ങൾ അണികൾ ശരിപ്പെടുത്താതെ ഇടയ്ക്ക് വിടവുണ്ടായി കഴിഞ്ഞാൽ അവിടെ പിശാചാണ് നിൽക്കുന്നത്. ആ നിലക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസകരത്തിലാക്കി തീർക്കുന്ന നിങ്ങളുടെ മനസ്സുകളെ നിസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പിക്കാൻ ഏറെ സാധ്യതയുണ്ട് അതിന് എന്നൊക്കെ. അതേപോലെ തന്നെ മൻ വസല സഫൻ വസലഹുല്ലാഹ് വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്, ആരെങ്കിലും സഫ് ശരിപ്പെടുത്തിയാൽ, സഫിനെ ആരെങ്കിലും നേരെ ചേർത്ത് നിർത്തിയാൽ അല്ലാഹുവും അവനോട് ബന്ധം സ്ഥാപിക്കുന്നു. ആരെങ്കിലും സഫിന്റെ ഇടയ്ക്ക് വിടവ് വരുന്ന നിലക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ പോയാൽ അല്ലാഹുവും അവനോട് ബന്ധം മുറിക്കുന്നു, അകന്നു പോകുന്നു എന്നിങ്ങനെയും നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ വളരെ ഗുരുതരമായി ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ഒരു മര്യാദയാണത്. പക്ഷേ നമസ്കാരം എന്ന് പറയുന്ന കാര്യത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പുള്ള ആ ഒരു സംഗതിയിൽ പോലും ആളുകൾക്ക് ക്ഷമ കാണിക്കാൻ തയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹാഭൂരിപക്ഷവും അങ്ങനെയാണ്. എന്നാൽ നോക്കൂ, ഏറ്റവും കൂടുതൽ ക്ഷമ ആവശ്യം നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ക്ഷമ വേണമെന്ന് പറയുമ്പോ ഉളൂ ശരിക്കെടുക്കുന്നതിൽ ക്ഷമ വേണം.
പെട്ടെന്നങ്ങ് ഉളുവെടുത്തുകൊണ്ട് കാലിന്റെ ഒരു ഭാഗം നനയാതെ, അതല്ലെങ്കിൽ ഉളുവെടുക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും ഭാഗങ്ങൾ വെള്ളം ചേരാതെ ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളില്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരിക്കെ അതാ സഹാബിമാര് ചില ആളുകള് പെട്ടെന്നങ്ങ് ഉളു ചെയ്തപ്പോ കാലിന്റെ മടമ്പിന്റെ ഭാഗത്ത് ചില ഭാഗത്ത് വെള്ളം ശരിക്ക് തട്ടാതെ അങ്ങ് ഉളു എടുക്കുന്നത് കാണുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. മടമ്പുകൾ സൂക്ഷിച്ച് വെള്ളം ചേരാതെ കഴുകാതെ വൃത്തിയാക്കുന്നവൻ എത്രയോ അവൻ നശിച്ചവനാണ്, അവന് നരകമാകുന്നു നരകമാകുന്നു എന്നിങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒക്കട നിങ്ങൾ ഒരു നഖത്തിന്റെ സ്ഥാനം പോലും വെള്ളം തട്ടാതെ പോയെങ്കിൽ ആ വുദു സമ്പൂർണ്ണമല്ല എന്ന് വരുമ്പോ നിസ്കാരമാകുന്ന ഇബാദത്ത് നിർവഹിക്കുന്നതിലും ഏറെ ക്ഷമയാവശ്യമുണ്ട്. ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി ഭംഗിയായും വൃത്തിയായും അത് നിർവഹിക്കേണ്ടതുണ്ട്. അജ്നേരം പള്ളിയിൽ തന്നെ പോയി ജമാഅത്തായി നിർവഹിക്കാൻ ക്ഷമയാവശ്യമാണ്. അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ ക്ഷമയാവശ്യമാണ്. നമസ്കാരത്തിൽ മറ്റു ശ്രദ്ധകൾ വരാതെ, മറ്റു ചിന്തകൾ മനസ്സിനെ മതിക്കാതെ കൃത്യമായി അല്ലാഹുവിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി നിലനിർത്താനും അങ്ങേയറ്റത്തെ സബർ ആവശ്യമാണ്. ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കൂ, നമസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും സക്കാത്തിന്റെ കാര്യമാണെങ്കിലും ഹജ്ജിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ മറ്റേത് സൽക്കർമ്മങ്ങളാണെങ്കിലും നോമ്പിന്റെ കാര്യമാണെങ്കിലും എല്ലാത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ അത് സബർ തന്നെയാണ്. ക്ഷമയോടുകൂടി നിർവഹിച്ചാലേ, ക്ഷമയോടുകൂടി ആ കാര്യം ചെയ്താലേ അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷമ ആവശ്യമാണ്. നിങ്ങൾ സബർ കാണിക്കണം എന്ന് ഏറ്റവും കൂടുതൽ റബ്ബ് പറഞ്ഞ ഒരു സൽക്കർമ്മമാണ് അംറുൻ ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകരി. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കലും ചീത്തയായ കാര്യങ്ങളെ തൊട്ട് ജനങ്ങളെ തടയുക എന്നതും വലിയ ഒരു സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം അത് നിർവഹിക്കാത്തവന് രക്ഷയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചതുമാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് എന്നിടത്ത് പറയുന്നത് ആ വിഷയമാണ്. അതോ നാലാമത് അല്ലാഹു ഉടനെ പറഞ്ഞത് വതവാസൗ ബിസ് സബ്ർ. അംറുൻ ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ നിർവഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. കാരണം ജനങ്ങൾ നല്ല നിലക്ക് കാണുന്നതയില്ല അത്തരത്തിലുള്ള ആളുകളെ. ഈ ലോകത്ത് വന്ന അമ്പിയാക്കന്മാര് അവര് നല്ല നയത്തോടുകൂടി ജനങ്ങളോട് നല്ല കാര്യം പറഞ്ഞവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഏറ്റവും നൈർമല്യമുള്ള ശൈലിയിൽ, ഏറ്റവും നല്ല ഉത്തമമായ ശൈലിയിൽ രൂപത്തിൽ ജനങ്ങളോട് പറഞ്ഞവരാണ്. എന്നിട്ടും ഒരുപാട് അമ്പിയാക്കന്മാർ അന്യായമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള ചില പ്രവാചകന്മാർ ഇരു കഷ്ണങ്ങളായി ഈർച്ചവാളുകൊണ്ട് ഈർന്നു മുറിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കന്മാരെ ജനങ്ങൾ കൊല്ലാൻ കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ. അന്യായമായി ഒട്ടേറെ അമ്പിയാക്കന്മാരെ അവർ കൊന്നുകളഞ്ഞു. എന്തേ ഈ നബിമാര് ചെയ്ത തെറ്റ്? എന്തേ ഈ പ്രവാചകന്മാര് ചെയ്ത തെറ്റ്? അവര് ജനങ്ങളോട് മഅറൂഫായ കാര്യങ്ങളെ കൽപ്പിച്ചു, മുൻകറായ കാര്യങ്ങൾ അരുതേ എന്ന് പറഞ്ഞ് ശക്തമായി അവരെ വിലക്കി. അവരുടെ ശൈലിയുടെ ദോഷമല്ല, അവരുടെ വാക്കുകളിൽ വന്ന ഏതെങ്കിലും അബദ്ധത്തിന്റെ പേരിലല്ല, അവരേതെങ്കിലും നിലക്ക് ഏതെങ്കിലും ഒരു പിഴവ് പ്രബോധനത്തിന്റെ ശൈലിയിൽ വരുന്നവരല്ല. നമ്മെ പോലെയുള്ള ആ തരത്തിലുള്ള മനുഷ്യരല്ലല്ലോ. അല്ലാഹുവിങ്കൽ നിന്ന് ഇസ്മത്ത് ലഭിക്കുന്ന, പടച്ചതമ്പുരാനിൽ നിന്ന് പ്രത്യേകമായ കാവൽ ലഭിക്കുന്ന പ്രബോധകന്മാരാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാര് ഇന്നൊരു പ്രബോധകൻ ഏറ്റുവാങ്ങേണ്ടതിന്റെ എത്രയോ ഇരട്ടി പീഡനങ്ങളും പ്രയാസങ്ങളുമാണ് ആ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപാരമായി ക്ഷമയാവശ്യമുള്ള ഒരു മേഖലയാണ് ഈ സൽക്കർമ്മത്തെ കൽപ്പിക്കലും ദുരാചാരത്തെ വിരോധിക്കലും. അത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ പലപ്പോഴും വെറുക്കുന്നു. അവരെ ജനങ്ങൾക്ക് പരിഹാസമാണ്, അവരെ ജനങ്ങൾ പീഡിപ്പിക്കുന്നു,
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തതാ കൃത്യമായി പറയുകയാണ്, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ സമ്പത്തിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ മാത്രമല്ല പരീക്ഷണം ഉണ്ടാകുന്നത്. ലതുബ്ലൗന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വല്ലദീന അശ്റകൂ അദൻ കസീറാ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഓ ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതുമാത്രമാണോ പരീക്ഷണം? ഇനി അതാ ഒരു വലിയ പരീക്ഷണം അല്ലാഹു പറയാണ്, വല തസ്മഉന്ന, നിശ്ചയമായും നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന്, വല്ലദീന അശ്റകൂ, അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്ന കക്ഷികളിൽ നിന്നും, വേദക്കാരിൽ നിന്നും വിശിഷ്യ ശിർക്ക് ചെയ്യുന്ന കക്ഷികളിൽ നിന്നുമൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും വിശ്വാസികളെ. അദൻ കസീറാ, കുറച്ചൊന്നുമല്ല, ധാരാളം പീഡനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും, ധാരാളം ബുദ്ധിമുട്ടിക്കലുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും, ധാരാളക്കണക്കിന് പ്രയാസപ്പെടുത്തലുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്തിന് ഇതൊക്കെ കേട്ടി രംഗത്ത് പിടിച്ചു നിൽക്കുന്നു? ഞാൻ എന്തിന് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആളുകളുടെ വെറുപ്പ് പിടിച്ചു പറ്റുന്നു എന്നും പറഞ്ഞ് നീ മാറിപ്പോകാതെ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ പിടിച്ചു നിന്നോ, നീ ക്ഷമ കാണിച്ചോ എങ്കിൽ വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമ കാണിക്കുന്ന പക്ഷം, വതത്തഖൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതീവ സൂക്ഷ്മതയും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ധീരമായ തീരുമാനവും ദൃഢമായ കാര്യവും അതാകുന്നു. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, നമസ്കാരവും ഹജ്ജും സക്കാത്തും അതേപോലെ തന്നെ നോമ്പും ആ കാര്യങ്ങളിലൊക്കെയുള്ള ക്ഷമ പോലെ അതിനേക്കാൾ ഏറ്റവും വലിയ ക്ഷമയുടെ മേഖലയാണ് പ്രബോധനത്തിന്റെ മേഖല. അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകും, അവിടെ ഏറ്റവും കൂടുതൽ പീഡനമുണ്ടാകും, അവിടെ ഒരുപാട് കുത്തുവാക്കുകൾ ഉണ്ടാകും, അവിടെ ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടാകും, അവിടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. പക്ഷേ നീ നിന്റെ യഥാർത്ഥമായ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നോ, അള്ളാഹുവിന്റെ വജ്ഹിനെ നീ ഉദ്ദേശിച്ചോ, അങ്ങനെ ക്ഷമ കാണിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നീ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ക്ഷമയാവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി. ഇനി അതേപോലെ തന്നെ ആവശ്യമുള്ള വളരെ ദുഷ്കരമായ ഒരു ക്ഷമ തന്നെയാണ് ഇനി ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ. ഹറാമായ കാര്യങ്ങളിലേക്ക് മനസ്സെപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. മനുഷ്യ മനസ്സിന്റെ ഒരു സ്വഭാവം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു പറയാണ്, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ, മനുഷ്യന്റെ മനസ്സ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആ ഭാഗത്ത് സൂറത്ത് യൂസുഫിൽ പറയുന്നു, ഇന്നൻ നഫ്സ, തീർച്ചയായും മനുഷ്യന്റെ മനസ്സ്, ലഅമ്മാറത്തും ബിസ്സൂഇ, ചീത്തയായ കാര്യം കൊണ്ട് വല്ലാതെ കൽപ്പിക്കുന്ന മനസ്സാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണത്. തെറ്റുകൾ ചെയ്യാനുള്ള ഒരു വലിയ ആഗ്രഹം, തിന്മകളോടുള്ള ഏറ്റവും വലിയ അദമ്യമായ ഒരു മോഹം. അങ്ങനെ മനുഷ്യന്റെ മനസ്സ് അതിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോ ആ ഹറാമിലേക്ക് നീ നോക്കരുത്, ആ ഹറാം നീ കാണരുത്, ആ ഹറാം നീ കേൾക്കരുത്, ആ ഹറാമിലേക്ക് നീ പോകരുത്, ആ ഹറാമിൽ നീ പോയി ഇരുന്നു കൊടുക്കരുത് എന്നിങ്ങനെ തന്റെ മനസ്സിനെ ഒന്ന് പിടിച്ച് വലിച്ച് ആ ഹറാമിന്റെ മാർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് അല്ലാഹുവിനുള്ള താഴത്തിന്റെ പടച്ച തമ്പുരാനിലേക്കുള്ള അനുസരണത്തിന്റെ മാർഗത്തിലേക്ക് ആ മനസ്സിനെ ഒന്ന് പിടിച്ചു കൊണ്ടുവരാൻ അപാരമായ ക്ഷമ ആവശ്യമില്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ഒരു ക്ഷമ ആ വിഷയത്തിൽ നമുക്കറിയാമല്ലോ. എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രാജ്യത്തെ ഭരണാധികാരിയുടെ ഭാര്യയാണ്, റാണിയാണ് തെറ്റിലേക്ക് ക്ഷണിക്കുന്നത്.
ആരും കാണുന്നില്ല, ഒറ്റക്കുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. പക്ഷേ ആ അവസരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അപാരമായ ക്ഷമ കാണിക്കാൻ സാധിച്ചില്ലേ? ഇങ്ങനെ ഹറാമായ ഏത് മേഖലകളിൽ നിന്നും തന്റെ മനസ്സിനെ അങ്ങ് പിടിച്ച് വലിച്ച് യഥാർത്ഥമായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. കാരണം അത്രത്തോളം തിന്മകളുടെ ആധിക്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുറത്തിറങ്ങി നടക്കണമെങ്കിൽ കണ്ണിനെ വല്ലാതെ ക്ഷമയോടുകൂടി മടക്കി വിളിച്ചെങ്കിലേ സാധ്യമാകൂ. പുറത്തിറങ്ങി നടക്കണമെങ്കിൽ കണ്ണിനെ വല്ലാതെ നിയന്ത്രിച്ചാലേ, ആ വിഷയത്തിൽ സബർ കാണിച്ചാലേ ഒരാൾക്ക് നടക്കാനാകൂ. അപാരമായ അനുഗ്രഹമായ ക്ഷമ കിട്ടേണ്ടുന്ന മേഖലയല്ലേ ഇത്? അങ്ങനെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിന് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു, മനസ്സതിലേക്ക് കൊത്തിപ്പിടിച്ച് വലിക്കുന്നു. ആ അവസരത്തിൽ തന്റെ മനസ്സിനെ ഇങ്ങോട്ട് പിടിച്ച് മെരുക്കിയിട്ട് പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക്, അങ്ങ് യഥാർത്ഥമായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അപാരമായ ക്ഷമ ആവശ്യമാണ്. അതാ പറഞ്ഞത്, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമ. സാമ്പത്തികമായ മേഖലകളിലാണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും ഏത് സ്വഭാവത്തിന്റെ മേഖലയിലാണെങ്കിലും വളരെ അപാരമായ ഒരു അനുഗ്രഹമാണ് സുഹൃത്തുക്കളെ ഈ ക്ഷമ എന്ന് പറയുന്നത്. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമയും അതേപോലെ തന്നെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമയും. മൂന്നാമതായി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ക്ഷമ. വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ഒട്ടേറെ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങളുടെ സമ്പത്തുക്കളിലും പരീക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളുടെ ശരീരങ്ങളിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിൽ, അതേപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളിൽ, ഇവയിലൊക്കെ കമ്മിയും കുറവും നൽകിക്കൊണ്ടുള്ള പരീക്ഷണം. അതേപോലെ തന്നെ മനുഷ്യൻ എപ്പോഴും സമാധാനമില്ലായ്മ, മനസ്സിനെ പിടികൂടുന്ന ഭയം എന്ന പരീക്ഷണം. അതേപോലെ തന്നെ വിശപ്പ്, ദാരിദ്ര്യം എന്ന പരീക്ഷണം. ഈ രൂപത്തിലൊക്കെയുള്ള ധാരാളം പരീക്ഷണങ്ങൾ. ശാരീരികമായി രോഗങ്ങൾ ഉണ്ടാവുക, സഹിക്കാനാവാത്തതിലും അപ്പുറമുള്ള വേദനകൾ അനുഭവിക്കുക, മനസ്സിന് പ്രയാസമുണ്ടാവുക, ഏത് അവസരത്തിലും മനസ്സിനൊരു സ്വസ്ഥതയില്ലാതിരിക്കുക. ഇങ്ങനെ ഒരു 100 കൂട്ടം പരീക്ഷണങ്ങൾ മനുഷ്യൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ സബർ കാണിക്കാനാണ് മുസ്ലിം പഠിക്കേണ്ടത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാലുക്കൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്തേ റബ്ബി ക്ഷമാലുക്കൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുന്നത്? അത് വലിയൊരു സംഗതിയാണ്. അതിന് കഴിയുന്ന ആളുകൾ വളരെ വിരളമാണ്. പ്രസംഗിക്കാനും എളുപ്പമാണ് ക്ഷമിക്കണം, സഹിക്കണം എന്ന്. പക്ഷേ അവരവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ സഹിക്കാനാവാതെ നമ്മൾ കഷ്ടപ്പെടുകയാണ്. അതിനാണ് അല്ലാഹുവിനോട് തേടേണ്ടത്, പടച്ചവനെ ക്ഷമ തരണം. റബ്ബനാ ഫിർഗ് അലൈനാ സബ്റാ, നീ ഞങ്ങൾക്ക് ക്ഷമയെ നീ വാരിക്കോരി ചൊരിഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ആ പ്രാർത്ഥന. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏറ്റവും കൂടുതൽ സഹിക്കേണ്ട മേഖലകളിൽ സഹിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയെ. ആരാണവർ? അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്ക് വല്ല ആപത്തുകളും ബാധിച്ചാൽ, അവർക്ക് വല്ല പ്രയാസങ്ങളും ബാധിച്ചാൽ, ഖാലൂ, അവരിങ്ങനെ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയമായും ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ്. ഇന്നാ ഇലൈഹി, നിശ്ചയം ഞങ്ങളെല്ലാം അവങ്കലേക്ക് തന്നെ, റാജിഊൻ, മടങ്ങിപ്പോകുന്നവർ തന്നെയാകുന്നു എന്ന് പറയണം എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ അർത്ഥമറിയാതെ പറയുമ്പോൾ ഒരു ക്ഷമ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അർത്ഥവും അതിന്റെ ആശയവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത് ചലനം സൃഷ്ടിക്കുന്നത്. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി, അല്ലാഹുവേ ഞങ്ങളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. നമുക്കെന്ത് സംഭവിച്ചാലും, ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും, ദുരന്തങ്ങൾ ഉണ്ടായാലും, ദുരിതങ്ങൾ ഉണ്ടായാലും, രോഗങ്ങൾ ഉണ്ടായാലും, എല്ലാം പടച്ചവനെ നീ അറിയുന്നതാണല്ലോ, നീ തരുന്നതാണല്ലോ.
നിന്റേതാണല്ലോ ഞാൻ. എന്നിൽ എന്ത് സംഭവിക്കുന്നതും നീയാണല്ലോ തീരുമാനിക്കുന്നത്. എന്നിൽ ഖൈർ വരുത്തുന്നതും എനിക്ക് ഷർറുണ്ടാകുന്നതും നിന്റെ തീരുമാനപ്രകാരമാണല്ലോ. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവരാണല്ലോ. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങി വരുന്നവരാകുന്നു, അല്ലാഹുവിങ്കലേക്ക് മടങ്ങി പോകേണ്ടവരാകുന്നു. ഈ രൂപത്തിൽ സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ള ആളുകൾ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഈ രൂപത്തിൽ സഹിക്കാനും ക്ഷമിക്കാനും ആപത്തുകളും ദുരന്തങ്ങളും വേട്ടയാടുമ്പോ, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ പതറാതെ സഹിച്ചുകൊണ്ട് നിലനിന്ന് അള്ളാഹുവിനെ ഓർത്ത് അവന്റെ എല്ലാ രൂപത്തിലുള്ള കഴിവുകളെയും അംഗീകരിച്ച് തന്റെ കഴിവുകേടുകൾ അവന്റെ മുമ്പിൽ പറയുകയും ചെയ്താൽ അത്തരത്തിലുള്ള കക്ഷികൾക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒട്ടേറെ സൽഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്, നന്മകൾ ലഭിക്കുന്നതാണ്, കാരുണ്യം അവരുടെ മേൽ വർഷിക്കുന്നതാണ്. അവർ തന്നെയാകുന്നു സന്മാർഗം ലഭിച്ചിട്ടുള്ള ആളുകൾ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിദായത്തിന്റെ ഒരു ഭാഗമാണ്, സന്മാർഗം കിട്ടിയതിന്റെ ഒരു അടയാളമാണ്, ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ അടയാളമാണ് സബർ കിട്ടുക എന്നുള്ളത് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ. അത് വളരെ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടാകണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് അപാരമായി ഏറെ ക്ലേശം സഹിച്ച് നിലനിർത്തേണ്ടുന്ന നിസ്സാരമായ ഗുണമല്ല, ഏറെ ക്ലേശം ആവശ്യമായ ഒരു സ്വഭാവമാണ് സബർ. സഹിക്കണമെങ്കിലും സബർ വേണം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തന്നെയാണത്, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഏറെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ആ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കൃത്യമായ ക്ഷമയും, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനക്കരുത്തും ക്ഷമയും, അതേപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പിടികൂടുമ്പോൾ അതിൽ വിജയിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കുവാനുമുള്ള ആ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അർഹമർ റഹീമീനായ തമ്പുരാൻ നല്ലതായ നിലക്ക് ക്ഷമിക്കുന്ന ക്ഷമാലുക്കളിൽ, സഹിക്കുന്ന സഹനശീലരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه المجاهدين في سبيل الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് وما أعطي أحد عطاء خيرا وأوسع من الصبر എന്നാണ്. ബുഖാരിയിലും മുസ്ലിമിലും നമുക്കത് കാണാം. വമാ ഉഅ്തിയ അഹദുൻ അതാഅൻ, ഒരാൾക്കും ഒരു ദാനവും നൽകപ്പെട്ടിട്ടില്ല. അല്ലാഹുവിങ്കൽ നിന്ന് ഒരാൾക്കും ഒരു തൗഫീഖും ഒരു ദാനമായി കിട്ടിയിട്ടില്ല. ഖൈറൻ വഔസഅ മിനസ് സബ്രി, ക്ഷമയോളം വിശാലവും ഏറ്റവും ഖൈറായതുമായ ഒരു ദാനവും പടച്ചതമ്പുരാനിൽ നിന്ന് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന്. അള്ളാഹുവിങ്കൽ നിന്നൊരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഔദാര്യം, പടച്ചറമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ദാനമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സഹാബത്തിനെ അത് പരിശീലിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾ, ആ മകളുടെ കുട്ടി മരണം ആസന്നമായ അവസരമാണ്. മകൾ പറഞ്ഞയച്ചു ഉപ്പയുടെ അടുത്തേക്ക്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. നബിയെ, ഉടനെ വരണം, കുട്ടി വളരെ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ദൂതനെ മടക്കി അയച്ചുകൊണ്ട് പറഞ്ഞു, പറഞ്ഞേക്കൂ മോളോട് ക്ഷമിക്കാൻ പറയൂ, സഹിക്കാൻ പറയൂ, മനസ്സിന് നല്ല ധൈര്യം കൊടുക്കാൻ പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുത്തു, പറയൂ അവരോടെന്ത്? ഇന്നലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ. ഇന്നലില്ലാഹി മാ അഖദ, അല്ലാഹു വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്റേതാണ്.
വലഹു മാ അഅ്താ, അവൻ വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളതല്ല, അതും അവൻ്റെതാണ്. അള്ളാഹു വല്ലതും തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെതാണ്, കാരണം തന്നത് അവനാണ്. അവൻ തന്നത് തിരിച്ചെടുത്തൂനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മോളോട് പറയൂ, ഫൽതസ്ബിർ, ക്ഷമിക്കാൻ പറയൂ. വൽതഹ്തസിബ്, അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാൻ പറയൂ. നോക്കൂ നിങ്ങൾ, വളരെ പ്രയാസമുള്ളൊരു ഘട്ടമാണത്. ആ അവസരത്തിൽ പതറാതിരിക്കാൻ ഒരു ഉപ്പാപ്പ തന്റെ കുട്ടിയെ സംബന്ധിച്ച്, പേരക്കിടാവിനെ സംബന്ധിച്ചുള്ള ആ ഒരു രംഗം കേട്ടപ്പോഴും പതറാതെ മനസ്സിന് വല്ലാത്തൊരു ഈമാൻ കൊടുത്തുകൊണ്ട് മകളോടും ആ കാര്യം പറയുകയാണ്, സഹിക്കൂ, ക്ഷമിക്കൂ എന്ന് പറയാൻ. ഏറ്റവും കൂടുതൽ സബർ ആവശ്യമുള്ളൊരു മേഖല കുറെ കഴിഞ്ഞിട്ടല്ല, കുറെ കഴിഞ്ഞിട്ട് ക്ഷമ പലപ്പോഴും മനുഷ്യന് കിട്ടും. ആദ്യ സ്റ്റേജിലുള്ള ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്നമസ് സബ്റു ഇൻദ സദമത്തിൽ ഊലാ, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ആദ്യ ആഘാതത്തിന്റെ അവസരത്തിൽ, ആദ്യമായിട്ട് ആഘാതം മനസ്സിനേൽക്കുമ്പോ, അല്ലെങ്കിൽ ആദ്യമായി ഒരു വാർത്തന കേൾക്കുകയാണ്, അല്ലെങ്കിൽ ആദ്യമായി നമ്മൾ അതിന് ഇടപെടുകയാണ്. അസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ, ആദ്യ ആഘാതം, പ്രഥമാഘാതത്തിന്റെ അവസരത്തിലാണ് അപാരമായ ക്ഷമ ആവശ്യമുള്ളത്. പിന്നെ സമയവും സെക്കൻഡും മണിക്കൂറും ആഴ്ചയും മാസവും കൊല്ലൊക്കെ കഴിയുമ്പോൾ മനുഷ്യൻ താനെ പലതും മറക്കും, അവൻ ക്ഷമിക്കും, അവൻ സഹിക്കും. പക്ഷെ അതിന് വലിയ വിലയില്ല. അപാരമായ ക്ഷമയുടെ പ്രതിഫലം നൽകപ്പെടുകയും ആ ക്ഷമക്ക് വീര്യം കിട്ടുകയും ചെയ്യുന്നത് ആഘാതത്തിന്റെ പ്രഥമഘട്ടത്തിലാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കല്ലാത്ത പ്രതിഫലമാണ് ക്ഷമാലുക്കൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇന്നമാ യുവഫസ് സാബിറൂന, നിശ്ചയമായും ക്ഷമാലുക്കൾക്ക് മാത്രമാണ് പൂർത്തിയാക്കി കൊടുക്കുന്നത് അജ്റഹും, അവർക്കുള്ള കൂലി, അവർക്കുള്ള പ്രതിഫലം. എങ്ങനെ? ബിഗൈരി ഹിസാബ്, കണക്കല്ലാത്ത നിലക്കാണ് കൊടുക്കുന്നത്. അതിന് കണക്കില്ല എന്നാണ്, അളവില്ല, തൂക്കല്ല, കണക്കല്ലാത്ത പ്രതിഫലമാണ് സബർ. സുഹൃത്തുക്കളെ, ഈ വചനങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ക്ലേശപൂർണമായൊരു സ്വഭാവമാണത്. അള്ളാഹിനോട് എപ്പോഴും നമ്മൾ ചോദിക്കണം അതിന്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാനും പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥന ഞാൻ നേരത്തെ കേൾപ്പിച്ചില്ലേ? റബ്ബനാ ഫിർഗ് അലൈനാ സബ്റാ, നീ ഞങ്ങൾക്ക് ക്ഷമ തരണം എന്നല്ല പറയുന്നത്. കുറച്ചൊന്നും കിട്ടിയാ പോരെ ക്ഷമ. അഫ്രിഗ് അലൈനാ, ഞങ്ങളുടെ മേൽ നീ കോരി ഒഴിച്ചു തരണേ, ഒഴിച്ചു തരണം, അത്രയും വേണം, എങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. റബ്ബനാ ഫിർഗ് അലൈനാ സബ്റാ, നീ ഞങ്ങൾക്ക് ക്ഷമയെ ഒഴിച്ചു തരണമേ, ചൊരിഞ്ഞു തരണമേ. ഇതില്ലാത്തത് കൊണ്ടല്ലേ ആത്മഹത്യ മനുഷ്യൻ ചെയ്തു പോകുന്നത്? ഇതില്ലാത്തത് കൊണ്ടല്ലേ ഹറാം ചെയ്തു പോകുന്നത്? ഇതില്ലാത്തത് കൊണ്ടല്ലേ ഒരുപാട് അബദ്ധങ്ങളും കടുങ്കൈകളും മനുഷ്യൻ ചെയ്തു പോകുന്നത്? അപാരമായ അനുഗ്രഹമാണത്. ഈ അനുഗ്രഹമാണ് പടച്ച തമ്പുരാന്റെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ച വിശ്വാസികളോട് അനുമോദനം പറയുമ്പോ മലക്കുകൾ ആദ്യം പറയുന്ന അനുമോദനവും, മനുഷ്യൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് നന്മകൾ ചെയ്തിട്ടാണ് മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നത്. പക്ഷേ അവയുടെയൊക്കെ ഒരു ആകത്തുകയാണ് മലക്കുകൾ എടുത്തു പറയുന്നത്. നിങ്ങൾ നിസ്കരിച്ചത് കൊണ്ട് ഇതാ സ്വർഗത്തിലേക്ക് കടന്നത് കൊണ്ട് നിങ്ങൾക്കിതാ സലാം സലാം എന്നല്ലല്ലോ മലക്കുകൾ പറയുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഓരോ അത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങളല്ല എടുത്തു പറയുന്നത്. മറിച്ച് മനുഷ്യൻ സ്വർഗത്തിലെത്താൻ സൽക്കർമ്മങ്ങളല്ലേ വേണ്ടത്, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലല്ലേ വേണ്ടത്. ആപത്തുകളിലും ദുരന്തങ്ങളും പ്രയാസങ്ങളും തന്റെ മനസ്സിനെ വേട്ടയാടുമ്പോ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവല്ലേ വേണ്ടത്. അതൊക്കെ കൊണ്ടാണ് മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ അതാ പടച്ച തമ്പുരാന്റെ മലായിക്കത്തുകൾ അവരെ അനുമോദിക്കുകയാണ്, ആശീർവദിക്കുകയാണ്, അവർക്ക് മംഗളം പറയുകയാണ്. എന്താ പറയുന്നതെന്ന് കേട്ടോളൂ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് രക്ഷ. അവരെ അനുമോദിക്കുകയാണ്, അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. എന്തേ നിങ്ങൾക്ക് ക്ഷമ, നിങ്ങൾക്ക് സലാം എന്ന് പറയാൻ? സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ സബർ കാണിച്ചവരാണ്, നിങ്ങൾ ഏറെ സഹിച്ചവരാണ്, നിങ്ങൾ ഏറെ ക്ഷമിച്ചവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്വർഗത്തിലെത്തിച്ചേർന്നത്. അതുകൊണ്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും,
നിങ്ങൾ ക്ഷമിച്ചവരായതുകൊണ്ട് നിങ്ങൾക്കിതാ ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ. സലാം സലാം. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിൽ എത്തിപ്പെടുമ്പോൾ കേൾക്കുന്നത് ക്ഷമിച്ചതിന്റെ, നിങ്ങൾ ഏറെ സഹിച്ചതിന് മലായികത്തിൽ നിന്നുള്ള ആശീർവാദമാണ്, അനുമോദനമാണ്, അഭിവാദ്യമാണ്. സുഹൃത്തുക്കളെ, പടച്ചതമ്പുരാനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. പടച്ചവനെ, നിന്നോട് നന്ദി കാണിക്കുന്ന, നിന്റെ എല്ലാ തീരുമാനങ്ങളിലും സബർ കാണിക്കുന്ന, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സഹനമുള്ള, ശക്തിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് സുഹൃത്തുക്കളെ നാം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അർഹമുർ-റാഹിമീനായ തമ്പുരാൻ ക്ഷമ അതെല്ലാ മേഖലകളിലും വളരെ കൃത്യമായ അളവിൽ തന്നെ നിലനിർത്തി, ഒരിക്കലും പതറാതെ കുഫറിലേക്കോ ശിർക്കിലേക്കോ ിലേക്കോ ഹറാമുകളിലേക്കോ തിരിയാതെ, തെമ്മാടിത്തങ്ങളിലേക്ക് മനസ്സൊരിക്കലും പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി, സബറുള്ളവരായി അള്ളാഹു നമ്മെ എല്ലാം ആക്കി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അതെത്ര വലുതാണെങ്കിലും ഗഫൂർ റഹീമായ നാഥൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ക്ഷമയും അതേപോലെ തന്നെ സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. തീരാത്ത വേദനകളിൽ നിന്ന്, മാറാത്ത വേദനകളിൽ നിന്ന്, മഹാവ്യാധികളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജോലികളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും മനസ്സമാധാനവും ചൊരിഞ്ഞു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.